അപ്പോൾ നമ്മൾ വീണ്ടും 2 ദിവസം കൂടെ ഓടിയിട്ടുണ്ട്. 23 ഞാൻ വീഡിയോ എടുത്തില്ല. സോ 23 കഴിഞ്ഞിട്ട് 24 തിങ്കളാഴ്ച ഞാൻ ഓടി. പിന്നെ 26-ാം തീയതി ഓടി. കാരണം ഒരു ദിവസം ഓടുന്നു, അടുത്ത ദിവസം ലീവ് എടുക്കുന്നു, ഒരു ദിവസം ഓടുന്നു, അടുത്ത ദിവസം ലീവ് എടുക്കുന്നു. അങ്ങനെയാണ് എൻ്റെ പ്ലാന്. സോ നെക്സ്റ്റ് വീക്ക് അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്ന ടോട്ടൽ 3 ദിവസമാണ്. അങ്ങനെ 23 മുതൽ നമ്മൾ കറക്റ്റ് ഇപ്പോൾ ഏകദേശം 26-ാം തീയതി വരെ ഓടിയിട്ടുണ്ട്. എല്ലാ ദിവസവും 1000-ന് മുകളിലാണ് പേയ്മെൻറ്റ്. സോ 1500 എനിക്ക് മിനിമം ടാർഗറ്റ് ഉണ്ട്. പക്ഷേ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഞാനൊരു 9 മണിക്ക് ഇറങ്ങുന്നില്ല. 11 മണി 12 മണിക്ക് എങ്ങനെയാണ് ഇറങ്ങുന്നത്? കാരണം മാർച്ച് ഏപ്രിൽ മാസം അടിപൊളി വെയിലെന്നൊക്കെ പറഞ്ഞാൽ 9 മണി തൊട്ട് 3 മണി വരെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ മൊത്തം പുഴുങ്ങും വെയിലത്ത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. പക്ഷേ എനിവേ നമുക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടിയാൽ പോലും നമുക്ക് എങ്ങനെ പോയാലും ഇപ്പോൾ ഞാൻ ആഴ്ചയിൽ 3 ദിവസം ലീവും 4 ദിവസം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 4000-4500 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് വരും. സോ അത് നമുക്ക് കുറച്ചുകൂടെ പുഷ് ചെയ്യണം ഇനി നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ. സോ ഇപ്പോൾ നമ്മൾ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 23,611 രൂപ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 24 വെച്ചോ, നിങ്ങൾക്ക് 24 രൂപ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 27-ാം തീയതി ആയപ്പോഴത്തേക്കും 24 രൂപ പേയ്മെൻറ്റ് 27-ാം തീയതി ആയപ്പോൾ ഇതിൽ ഏകദേശം എത്ര ദിവസം ലീവ് ഉണ്ടെന്ന് ഞാനിവിടെ കാണിച്ചു തരാം. സോ നമ്മൾ ടോട്ടൽ ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2 ദിവസം, ഇപ്പോൾ 4-5 ലീവായിരുന്നു. സോ 2, 3 ദിവസം ലീവ്. സോ 4, 5, 6, 7 ദിവസം ലീവ്. 8, 9 ദിവസം ലീവ്. അതായത് ആലോചിച്ചോക, ഒരു മാസം 9 ദിവസം ലീവായിട്ട് ഇപ്പോൾ എറൗണ്ട് 24,000 രൂപ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ഒരു മാസം. അതായത് കറക്റ്റ് കണക്ക് നോക്കുകയാണെങ്കിൽ 20 ദിവസം കൊണ്ട് 24,000 രൂപ പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അതിനേക്കാളും കൂടുതൽ പുഷ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ കുറച്ച് ദിവസം കറക്റ്റായിട്ട് ഓടിയിട്ടില്ല. നമുക്ക് എന്തായാലും നെക്സ്റ്റ് മന്ത് നമുക്ക് പക്കയായിട്ട് പ്ലാൻ ചെയ്യണം. എന്ന് വെച്ചാൽ 15 ദിവസം ഞാൻ ഇറങ്ങുള്ളൂ അടുത്ത മാസം മുതൽ. 15 ദിവസം ഇറങ്ങിയിട്ട് ഒരു 25,000-30,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. കാരണം ഓൾമോസ്റ്റ് ഡബിള് നമുക്ക് മാക്സിമം പിടിക്കണം. കാരണം എന്നാൽ മാത്രമേ എനിക്ക് കുറച്ച് റെസ്റ്റും കിട്ടുള്ളൂ. കാരണം ഏപ്രിൽ ഈ പൊരി വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മൊത്തം പൊരിഞ്ഞ് കരിഞ്ഞ് ഒരു പരുവാവും. നമുക്ക് വൈകുന്നേരം ഇവർ ഓർഡർ പഴയ പോലെ തരുന്നില്ല, ലോങ് അടിച്ച് എവിടെയെങ്കിലും കളയും. സോ ഇപ്പോൾ വന്നിട്ട് രാത്രി 1 മണി 2 മണി വരെയൊക്കെ എടുത്തിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ടാർഗറ്റിന് അടിക്കാൻ പറ്റുന്നത്. കാരണം നേരത്തെ എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 3 ഓർഡർ എടുത്ത ദിവസം പോലും എനിക്ക് വൈകുന്നേരം 14 ഓർഡർ 12 മണിക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് അടിക്കുന്നുണ്ട്. രാവിലെ പേയ്മെൻറ്റ് വളരെ കുറവാണ്. രാവിലെ പേയ്മെൻറ്റ് കുറവെന്ന് വെച്ചാൽ നമ്മൾ നോർമലി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെയൊക്കെ ആണെങ്കിൽ 600, 700, 800 ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 13, 14 ഓർഡർ എടുത്തിട്ട് പോലും എനിക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് വെറും 500 രൂപയാണ്. സോ എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞ റംസാൻ്റെ വീക്ക്, റംസാൻ അല്ലല്ലോ, ഈദ്, എനിക്കെല്ലാം ഈ പറയുന്ന ആഘോഷം മാറിപ്പോവും മുസ്ലിംസിൻ്റെ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ആഘോഷം ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസിങ് ആണ് എപ്പോഴും. സോ ഈദാണ് വരുന്നത്. അപ്പോൾ ഈദ് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഓഫേഴ്സ് കാണും. ഓൾറെഡി ജിഗ് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇതൊരു ഷോർട്ട് വീഡിയോ മാത്രമാണ്. സോ 27-ാം തീയതി വരെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ടുണ്ട്. അതിൽ 26-ാം തീയതിയാണ് ഓടിയത്. 27-ാം തീയതി ലീവ്, 25 ലീവ്. സോ ഈ ആഴ്ച 2 ദിവസം മാത്രമേ ഓടിയിട്ടുള്ളൂ. 2 ദിവസം കൊണ്ട് 2,500 രൂപ പേയ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു 3,000 രൂപ 4,000 രൂപ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതിനെ 2 ദിവസം കൊണ്ട്. 2 ദിവസം എനിക്ക് റെസ്റ്റും ആവും. സോ നമുക്ക് എന്തായാലും നോക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ല പേയ്മെൻറ്റ് നമുക്ക് മാക്സിമം എടുക്കാം. സോ ഈ മാസം നമ്മളൊരു 25-നകത്ത് നിർത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 25 എൻ്റെ മന്ത്ലി ഹയസ്റ്റ് ആണ് കുറേ നാളത്തിന് ശേഷം. അപ്പോൾ ഏകദേശം 10-12 ദിവസം ലീവ് എടുത്തും കൊണ്ട് 25,000 രൂപ പേയ്മെൻറ്റ് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്യാവശ്യം ഇന്നത്തെ ഒരു സമൂഹത്തിൽ അത് വലിയ കാര്യം തന്നെയാണ്. കാരണം 30 ദിവസം ജോലി ചെയ്തിട്ട് 12,000 രൂപ പേയ്മെൻറ്റ് വരുന്ന ഒരുപാട് കമ്പനികൾ ഞാൻ കണ്ടിട്ടുണ്ട്. 15,000 രൂപ 16,000 രൂപയൊക്കെ പേയ്മെൻറ്റ് കിട്ടുന്ന കമ്പനികൾ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 25,000 രൂപ പേയ്മെൻറ്റ് ഏകദേശം 13 ദിവസം ലീവ് എടുത്തും കൊണ്ട് 15 ദിവസം 17 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് അത്യാവശ്യം വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക. നമുക്ക് എന്തായാലും ഏപ്രിലും മെയ് ഒക്കെ നമുക്ക് തകർത്തോടാം. സോ നമ്മുടെ ടാർഗറ്റ് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. 100 ദിവസം കൊണ്ട് 1,00,000 എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരെ. ബൈ ബൈ.